കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് അനന്തപുരിയിലേക്ക് പോവാണ്. ഈ സമയത്ത് കനക നന്ദുവിനോട് പറഞ്ഞു, അല്ല നന്ദൂട്ട, ഇതുവരെയായിട്ട് നവിമോളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടത് നന്ദു പറഞ്ഞു, അത് പിന്നെ നവ്യേച്ചി അറിഞ്ഞിട്ടില്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ. നയനേച്ചിയാണ് കരൾ പകത്ത് നൽകുന്നുള്ള കാര്യം നവ്യേച്ചിക്ക് അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. ചിലപ്പോ അതായിരിക്കും. അപ്പൊ പഴയതുപോലെയല്ല, അഭിമോള് നല്ല സ്നേഹമല്ലേ നബിമോളോട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് എവിടെയെങ്കിലും ചുറ്റാനൊക്കെ പോയിട്ടുണ്ടായിരിക്കും. എത്രയോ കാലത്തിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒന്നിക്കുന്നത്. എനിക്കാണെങ്കിലും വല്ലാത്ത സന്തോഷമായെന്ന് പറയാം. കനക അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ തമ്മിലുള്ള ആ പൊരുത്തക്കേടൊന്നും. കനകയുടെ വിശ്വാസം ഇപ്പോഴും അവർ തമ്മിൽ പ്രണയത്തിലാന്നുള്ള കാര്യമാണ്. ഒരു ദിവസം വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചപ്പം അബിയുടെ സ്വഭാവം മാറിയെന്നോർത്താ കനക ഇരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം ഇപ്പോഴും കനക നന്ദു ഒന്നും അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് നന്ദു പറഞ്ഞു, നല്ല കാര്യമില്ലമ്മേ, അവർ രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് കഴിയട്ടെ എന്ന് പറയണം. അത് ശരിയാ, അല്ലെങ്കിൽ ഈ സമയത്ത് നവ്യമോൾക്ക് ഭർത്താവിന്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെയാ വേണ്ടി വരുന്നത്. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു പക്ഷേങ്കില് ഇപ്പൊ ഈ ദേവയാനി കിടക്കുന്ന സമയത്ത് എന്റെ മോള് കിടക്കണ്ട നവ്യമോള്, അവളുടെ വയറ്റിലുള്ള കുഞ്ഞും പോയി. ഒരുപക്ഷെ ദൈവക്ക് ഭാഗ്യം കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നേ. അങ്ങനെയെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ട് കനക പൊട്ടിക്കരയോടെ നിന്നിട്ട് ഈ സമയത്ത് അനന്തപുരിയിലേക്ക് ചെല്ലുവാണ് ആദർശം ഓരോന്നൊക്കെ ആലോചിച്ച് ചെല്ലുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ഹാളിലുണ്ടായിരുന്നു. ആദർശിനെ കണ്ടു ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ? ദേവേനിക്ക് ചോദിക്കാം. കുഴപ്പമില്ല മുത്തശ്ശ, സർജറിയൊക്കെ നടക്കണമെന്ന് പറയാം. അല്ല, ആ പെൺകുട്ടീനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്, അങ്ങോട്ട് വരണമെന്നുണ്ട്. കരള് പകത്ത് നൽകിയത് ആ കുട്ടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല, സർജറി കഴിഞ്ഞു, ബോധമായിട്ടില്ല. ഞാൻ ജസ്റ്റ് കയറി കണ്ടായിരുന്നു പറയാണ്. അതെ, എന്തെങ്കിലും വേണമെങ്കിൽ അവൾക്ക് കൊടുക്കണമെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശ, അതൊക്കെ കൊടുത്തോളാം എന്ന് പറയാം. അല്ല, നയനമോൾ എന്തേ? നയനമോളെ കണ്ടില്ലോ എന്ന് പറയാം. അത് പിന്നെ നയന വന്നില്ല എന്ന് പറയണം. ചിലപ്പം ദേവന്റെ അടുത്ത് ആരെങ്കിലും വേണമല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കണം. അതെ, പിന്നെ ഞാന് കുറച്ചു ദിവസം നയനെ വീട്ടിലേക്ക് വിട്ടാലോ എന്ന് ആലോചിക്കുവാന്ന് പറയണം. അതെന്താ ആദർശമാരെ അങ്ങനെ? അതിന്റെ കാര്യമുണ്ടാവും. നയനമോൾ എന്തിനാ വീട്ടിലേക്ക് പോണേന്ന് മുത്തശ്ശി ചോദിക്കണം. അല്ല, അത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചി അവരൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കല്ലേ. അതാകുമ്പോ അവളുടെ വീട്ടിൽ അവൾ കുറച്ചു ദിവസം പോയി നിൽക്കുവാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അത് ഓർത്തിട്ടാ ഞാനെന്ന് പറയണ. മുത്തശ്ശി പറഞ്ഞ, അത് ശരിയാ, നയനമോള് കുറച്ചു ദിവസം പോയി നിൽക്കട്ടെ. അവൾ അങ്ങനെ വീട്ടിൽ പോയാൽ അങ്ങനെ അധികം നിൽക്കാറൊന്നും ഇല്ലല്ലോ, അതൊരു നല്ല കാര്യം തന്നെയാന്ന് പറയാണ് വീട്ടിൽ പോയി നിൽക്കുന്നത്. എന്നാ ശരി മുത്തശ്ശി, ഞാനും കൂടി ചെല്ലട്ടെ, എനിക്ക് ക്ഷേത്രത്തിൽ പോയി ശയന പ്രദക്ഷിണമൊക്കെ നടത്താനുണ്ടെന്ന് പറയണം. അതെന്താ മോനെ? അല്ല, അമ്മയ്ക്കും നയനയ്ക്കും സുഖം പ്രാപിക്കാൻ വേണ്ടിട്ട് ഞാൻ നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു പറയാം. നയനയ്ക്കോ? അതിന് അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, അത് പിന്നെ ഞാന് അമ്മയും നയനയും തമ്മില് ഇപ്പോഴും പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ നയനെ അമ്മ ഇഷ്ടപ്പെടണം, അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിട്ടാന്ന് പറയണം. അങ്ങനെയാണല്ലേ. അച്ഛനായിരുന്നു നേരത്തെ ശയനപ്രദക്ഷിണം നടത്തിയത്, ഇപ്പൊ ഞാൻ നടത്തിയേക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നടത്തി വരണമെന്ന് പറയണം. നല്ലതാ മോനെ, ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനിയെങ്കിലും ദേവേനി മനസ്സിലാക്കിയാൽ കൊള്ളാം നയനമോളുടെ മഹാത്മ്യം, അല്ലെങ്കിൽ ഇനി അവൾക്ക് ഒരു രക്ഷയുണ്ടാകത്തില്ല. ദൈവത്തെ പോലും വെല്ലുവിളിച്ചോളാം ദേവേനി, അവളുടെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഇനി ശരിയാകത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും ആദർശം പറഞ്ഞു, അത് ശരിയാ, ഈ സമയത്ത് എനിക്ക് അമ്മയോടൊന്നും പറയാൻ പറ്റില്ലാത്തോണ്ട് മാത്രം മുത്തശ്ശ. പക്ഷെ എങ്കില് ഇനി എന്താണെങ്കിലും അമ്മയുടെ ഒപ്പം തുള്ളാനായിട്ട് എന്നെ കിട്ടത്തില്ല. കാരണം ഇത്രയും കാലം കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പഠിച്ചെന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നയനെ സ്നേഹിച്ചിട്ടില്ല, ഇപ്പോഴും ഞാൻ അവളെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഇങ്ങനെയായെന്ന് പറയാണ്. ഇത് കേട്ടത് മുത്തശ്ശിക്ക് വിഷമായി. മുത്തശ്ശി പറഞ്ഞു, മോൻ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാകുന്നേ. ആദർശം ശരിയാ, എല്ലാം കലങ്ങി തെളിയുന്നൊരു സമയം വരും, ഇവിടെ സന്തോഷം വരും. ആ ഒരു സന്തോഷത്തില് ഞാനിരിക്കുന്നത്. ഉടനെ തന്നെ അങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ആദർശം അങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയം മുത്തശ്ശിയോട് മുത്തശ്ശൻ പറഞ്ഞു, ഇത്രയായിട്ടെങ്കിലും ദേവാനിക്കൊരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു. ഇനി അവള് മാറാൻ തയ്യാറായില്ലെങ്കിൽ അത് അവളുടെ ദുരന്തം വന്ന് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ എന്ത് നമുക്ക് പറയാൻ പറ്റും? ദൈവത്തെ പോലും വെല്ലുവിളിച്ചല്ലേ അവള് നടക്കണേന്ന് ചോദിക്കാണ്. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. ഈ സമയം അനാമിക രേവതിയുടെ വീടിന്റെ അടുത്തേക്ക് എത്തുവാണ്. അപ്പൊ രേവതി ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ ദേവേരിക്ക്? കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നു. ഒരുത്തി കരള് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാ. അങ്ങനെയാണെങ്കില് മിക്കവാറും അവള് നല്ല പൈസ മേടിച്ചിട്ടായിരിക്കും അല്ലേ? അതെ, 10-23 വയസ്സുള്ളെന്നാ പറഞ്ഞത്. പൈസ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടാ വന്നേ. അതൊക്കെ ഇവര് വെറുതെ പറയുന്നില്ലേ, നല്ലതായിട്ട് ചോദിച്ചു കാണുമായിരിക്കും എന്ന് പറയാം. എത്ര വേളം ചോദിച്ചോട്ടെ, എത്ര വേളം കൊടുത്തോട്ടെ, 10,000 കോടിയുടെ ആസ്തി ഉള്ളല്ലേ, അതിനകത്തേക്ക് 1 കോടി പോയിട്ടുണ്ടെങ്കിൽ എന്താ അവർക്ക് കുഴപ്പച്ചാന്ന് ചോദിക്കുക. അത് ശരിയാ, പക്ഷെ മോളെ ഒരു കാര്യമുണ്ട്, നീയും കൂടെ അനുഭവിക്കേണ്ട സ്വത്താന്ന് പറയാണ്.
അവര് മരിച്ചു പോകുന്നില്ലോ അല്ലേ അച്ഛാന്ന് ചോദിക്കാണ്. മരിച്ചു പോകത്തൊന്നുമില്ല, അച്ഛനല്ലേ പറഞ്ഞത് ഇത് ഒരു 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കോളന്ന്. എന്നിട്ട് ഇങ്ങനെ കരള് പോകുന്ന കാര്യമൊന്നും അച്ഛൻ പറഞ്ഞില്ലോ. അത് പിന്നെ മോളെ നവ്യാണെ കുഴപ്പമില്ലായിരുന്നു, അവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞു പോകത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതുപോലെ അല്ലല്ലോ ദേവേനിക്ക് 40-45 വയസ്സില്ലേ. അപ്പൊ അതുകൊണ്ട് അത് അവരുടെ ബോഡിയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് പറയണ. എന്തേലും സംഭവിക്കുക വെച്ചാന്ന് ചോദിക്കുക. എന്ത് സംഭവിക്കാണ്ട്, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഇനിയിപ്പൊ തട്ടിപ്പോയാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പം അനാമിക അങ്ങനെ പറയില്ല അച്ഛാ, ഇതേ എനിക്ക് അവിടെ ഒരു പിടിപാടുള്ളത് വല്യമ്മ മാത്രമാണ്, അറിയാലോ. വല്യമ്മേനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. വല്യമ്മ പോയിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവെന്ന് പറയണേ. രേവതി പറഞ്ഞു അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. ദേ അധികം വൈകാതെ തന്നെ ദേവേനി വീട്ടിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് മോളം കൂടി ചെല്ലണമെന്ന് പറയാം. അത് പിന്നെ അമ്മേ ഞാന് ദേ നീ ഇനി മുട്ടായിട്ട് വർത്താനൊന്നും പറയണ്ട, അറിയാലോ. അനിയെ നീ കയ്യിലെടുക്കണം, അവിടെയാ നിന്റെ മിടുക്കെന്ന് പറയാം. എന്റെ അമ്മേ, അവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നേ. ആ നന്ദു അവളുണ്ടല്ലോ, എപ്പ നോക്കിയാലും ഇത് അവനോടൊപ്പമാന്ന് പറയാം. അതൊക്കെ നിന്റെ വെറും തോന്നലല്ലേ മോളെ. തോന്നലൊന്നും അല്ല, ഞാൻ ചെന്നപ്പോ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുക. ഒരു കാര്യം ചെയ്യ, നീ ഇപ്പൊ പോണ്ട, ദേവേനി വന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാണ്. അതിനുശേഷം നീ അനിയെ കയ്യിലെടുക്കണം, ഒരു കുഞ്ഞ് നിനക്ക് പിറക്കണം. ഒരു കുഞ്ഞ് പറഞ്ഞാൽ മാത്രമേ ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയാം. എന്റെ അമ്മേ, എങ്ങനെ കുഞ്ഞു പറക്കാനാന്ന് പറ. അവനെ എന്നെ കാണുമ്പോ തന്നെ ചതുർത്ഥിയാന്ന് പറയാണ്. ദേ ഇമാതിരി കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട, എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങോട്ട് എഴുന്നേറ്റേക്ക് പോവാണ്. ഈ സമയം രേവതി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ട് എങ്ങനെയായി തീരുന്നു എനിക്കറിയത്തില്ല. വേണു പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഒന്നിപ്പിക്കണം, അല്ലെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇന്ന് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല എന്ന് പറയണം. ആ സമയം നന്ദുവും കനയും കൂടെ നയനയെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പൊ നയനയ്ക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണാൻ ചെല്ലുവാണ്. കാണാൻ ചെന്നിട്ട് നയനയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്കാണ് കണ്ണ് നിറഞ്ഞു വരികെ. പെട്ടെന്ന് വെച്ചാൽ എന്തിനാ അമ്മ കരയണ, എന്തിനാ നിൽക്കേ? ഒന്നുമില്ല മോളെ എന്ന് പറയണേ. അച്ഛനെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇല്ല അച്ഛനോട് പറഞ്ഞിട്ടില്ല, അച്ഛനോട് പറയാൻ പറ്റില്ലോ എന്ന് പറയണ. അതെ എനിക്ക് ഇവിടുന്ന് കുറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം, ഞാൻ വീട്ടിലേക്കാ വരാൻ പോകുന്നത്. അവിടെ വന്ന് കുറച്ചു ദിവസം നിൽക്കുമെന്ന് പറയണ. ഇത് കേട്ടെന്ന് കനവ് പറഞ്ഞു അതിന് മോളെ ഞാൻ വീട്ടിലേക്കാ കൊണ്ടുപോകുന്നതെന്ന് പറയണം. നന്ദു പറഞ്ഞു ചേച്ചി എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കാൻ പോയെന്ന് ചോദിക്കണം. അതൊന്നും കുഴപ്പമില്ല, ഇനി ഇതിന്റെ പേരിൽ ആദർശേണ്ണ വീട്ടുകാരെ കുറ്റപ്പെടുത്തണ്ട കേട്ടോ. ഞാൻ സ്വയം മനസ്സാലെ സമ്മതിച്ച കാര്യമില്ലേ, അവർക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ലെന്ന് പറയാണ്. ഇത്രയൊക്കെ മോള് ചെയ്തിട്ടും മോളുടെ അമ്മായിമ്മ മോളെ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്ന് പറയാം. അതൊന്നും സാരമില്ലമ്മേ, ഞാൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. എനിക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം മാത്രം എന്റെ മനസ്സിലുള്ളൂ. അല്ല ആദർശേണ്ണ എന്തേന്ന് ചോദിക്കാം. ആദർശേണ്ണൻ വീട്ടിലേക്ക് ഡ്രസ്സുകളൊക്കെ എടുക്കാൻ പോയേക്കുവാന്ന് പറയണം. ആദർശേണ്ണന് വിഷമമൊന്നും ഇല്ലോ അല്ലേ? വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ നല്ല വിഷമമുണ്ട്. പാവം മോന് അമ്മയുടെ ഭാര്യയുടെ നടുക്ക് കിടന്ന് നല്ല അധികം കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയണ. സാരില്ല, ആദർശേട്ടൻ വരുമ്പോ എന്നെ കാണാൻ വരുമല്ലേന്ന് ചോദിക്കാണ്. അത് പിന്നെ വരാതിരിക്കുവോ? മോളെ കാണാൻ ഉറപ്പായിട്ടും വരില്ലേന്ന് ചോദിക്കാണ്. എന്നാ ശരി ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദും കനയും കൂടെ പുറത്തേക്ക് വരുവാണ്. പിന്നീട് വന്നിട്ട് അവരെന്ത് ചെയ്യുവാണ്, നേരെ ദേവേനെ കാണാനായിട്ട് ദേവേന്റെ മുറിയിലേക്ക് ചെല്ലുക. ഈ സമയം ദേവേനെ കണ്ണു തുറന്ന് കിടക്കുമായിരുന്നു. ഇവരെ കണ്ടെന്ന് ചോദിച്ചു എന്താ എന്താ നിങ്ങൾ വന്നേന്ന് ചോദിക്കുക. ഇപ്പൊ തന്നെ എന്റെ ശരീരത്തിൽ നല്ല വേദനയുണ്ട്, ആ വേദന സഹിച്ച് ഞാൻ കിടക്കുക. വയറൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോകുന്ന വേദനയാണ്, പക്ഷെ അതിനേക്കാൾ ഇരട്ടി വേദന നിങ്ങളുടെ മുഖം എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം കനക പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി എന്ന് പറയണം. പിന്നെ എങ്ങനെ പറയണം, നീയും നിന്റെ മോളെല്ലാം കൂടെ ചേർന്നിട്ടാ എന്നെ ഈ വിധത്തിലാക്കിയത്. വീണ്ടും വന്ന് നിൽക്കുന്ന മുന്നില്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അനാമിക മോളാണ് വീട്ടിലെ മരുമോള്, അതറിയാലോ. അവളെ ഞാൻ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. നിന്റെ മോളെ ഇന്ന് വരെ ഞാൻ അംഗീകരിച്ചിട്ടില്ല, ഇനി അതൊട്ട് അംഗീകരിക്കാനും പോകുന്നില്ല. പിന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മൂന്നാമത് ഒരുത്തിയും കൂടെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നീയൊക്കെ ശ്രമിച്ചേ. ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല കാര്യം. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് മനസ്സിൽ തന്നെ ഇരിക്കുള്ളൂ. നിന്റെ 2 ചേർത്തിമാരും കൂടെ കൂടിയിട്ട് നിന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചല്ലേ, എന്നിട്ടില്ല അനാമിക മോളെ അവിടെ നിന്ന് ഇറക്കി വിട്ടേന്ന് ചോദിക്കാം. ഇത് കേട്ടതും കനക പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ സംസാരിക്കണ്ട, സർജറി അല്ലേ, സർജറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയണം. പിന്നെ നീയൊക്കെ പ്രാർത്ഥിച്ചാലും മതി, നീ ഒന്നും പ്രാർത്ഥിക്കണ്ട എനിക്ക് വേണ്ടിയിട്ട്. നിന്റെ ഒന്നും പ്രാർത്ഥനയുടെ ആവശ്യമൊന്നും എനിക്കില്ല. പറഞ്ഞു കേട്ടല്ലോ, അവളൊക്കെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു, ഒന്ന് പോയി തന്നാൽ മാത്രം മതി. ഇത് കേട്ടാ നന്ദ പറഞ്ഞു ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു സർജറിക്ക് മുമ്പ്, അതുകൊണ്ട് വന്നാന്ന് പറയണം. കണ്ടല്ലോ, ഇനി പോയിക്കൂടെ? ഒരു നല്ല പെൺകുട്ടി എന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് കൽപ്പാകത്ത് ഇറങ്ങാനായിട്ട് തയ്യാറായി, അതുകൊണ്ട് മാത്രം എന്റെ ജീവൻ നിലനിൽക്കുന്നു. പിന്നെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടെ ദേഷ്യം കൂടുള്ളൂ, എന്റെ സ്ട്രെസ് കൂടിയിട്ട് എനിക്ക് എന്തേലും സംഭവിക്കും. അതുകൊണ്ട് എന്റെ കൺമുന്നിൽ നിന്ന് പോകാൻ കൺമുന്നിൽ നിന്ന് പോകാൻ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പം കനക നന്ദൂരോട് ബാ നന്ദൂട്ടാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കുമാണ് ആദർശ് അങ്ങോട്ട് വരുന്നത്.
ആദർശ് വന്നപ്പോഴത്തേനും കനക കരയുന്നുണ്ട്. എന്താമേ? അല്ല, ഞാൻ നയനമോളെ കയറി കണ്ടായിരുന്നു, അവൾക്ക് ബോധം വീണു, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. പിന്നെ ദേവയാനിച്ചയും കൂടെ കാണാതിരിക്കുന്ന എങ്ങനെയാ, സർജറി ഒക്കെയല്ലേ, അതുകൊണ്ട് കയറി കണ്ടെന്ന് പറയണം. അമ്മേ, അമ്മ കയറി കണ്ടോന്നുണ്ട് ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അമ്മയുടെ മനസ്സൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് പറയണം. അത് ശരിയാ മോൻ പറഞ്ഞേ, ഇപ്പോഴും നയനമോളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന് പറയണം. അതാ ഞാൻ പറഞ്ഞത്. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് അമ്മ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരിക്കല് ചിലപ്പം അമ്മയുടെ മനസ്സ് മാറുമായിരിക്കും. ആ പ്രതീക്ഷയോട് കൂട്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നേ. ഇത് കേട്ടതും ദേവേനും അല്ല, കനക പറഞ്ഞു, എന്നാലും ഇത്രയൊക്കെ ആയിട്ടും ഇത് വരെയായിട്ടും മോളുടെ നല്ല മനസ്സ് തിരിച്ചറിയാനായിട്ട് അമ്മയ്ക്ക് പറ്റിയിട്ടില്ലോ എന്ന് പറയാം. ആദർശം അതൊന്നും ഓർത്ത് ഇനി അമ്മ വിഷമിക്കണ്ട. ദേ, അമ്മയ്ക്കറിയാലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ നയനെ സ്നേഹിച്ചിട്ടില്ല. പക്ഷേങ്കില് ഇപ്പോഴെങ്ങനെയല്ല, എന്റെ ജീവന നയന. ഇപ്പൊ ഞാൻ അമ്മയോടൊന്നും ദേഷ്യപ്പെട്ട് പറയാത്തതിനെ കാരണം അമ്മയുടെ സർജറി നടക്കാൻ പോവല്ലേ, ഈ സമയത്ത് അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാ. പക്ഷേങ്കില് ഒരു കാരണവശാലും ഇനി നയനം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, നയനയുടെ കണ്ണ് നിറയാൻ ഞാൻ സമ്മതിക്കില്ല. ആരുടെയൊക്കെ മനസ്സ് വേദനിച്ചെന്ന് പറഞ്ഞാലും അവളുടെ കണ്ണ് നിറയാൻ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. കാരണം അവൾ എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. അറിയാലോ, സാധാരണ ഇതിലിവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കരൾ ഭാഗത്ത് കൊടുക്കുന്നതൊക്കെ നടക്കുന്നത്. പക്ഷെ ഇവിടെ അമ്മയുടെ കാര്യത്തിൽ അത്രയും ദിവസം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് സർജറി പറഞ്ഞിരിക്കുന്നത്. നയന ഇല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയാണ്. നന്ദു പറഞ്ഞു, എന്നാലും ആദർശേട്ടാ, എന്നിട്ട് പോലും നയനേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നൊരു പ്രതീക്ഷയൊന്നും ഞാക്കില്ല എന്ന് പറയണ. അതോർത്ത് വിഷമിക്കണ്ട. ഉറപ്പായിട്ടും അവള് മടങ്ങി വന്ന് കഴിയുമ്പത്തിന് അവൾക്ക് നല്ലൊരു ജീവിതം ഞാൻ കൊടുത്തിരിക്കും. ഇത്രയും കാലത്തെ പോലെയല്ല, അവളെ ഞാൻ ചേർത്ത് പിടിക്കും എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പത്തിനും കനയ്ക്ക് നന്ദുരും വല്ലാത്തൊരു സങ്കടമൊക്കെ ആയി. പിന്നീട് ആദർശനും ഞാൻ നയനയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും നയനെ കണ്ണടച്ച് കിടക്കുമായിരുന്നു. ആദർശൻ നയനയുടെ കയ്യിലേക്ക് പിടിക്കുവാണ്. പിടിച്ചു കഴിയുമ്പത്തേനും പെട്ടെന്ന് നയനെ കണ്ണു തുറന്ന് നോക്കി. ആദർശനെ കണ്ടത് സന്തോഷമായി. പിന്നീട് ആദർശനും വീട്ടിൽ പോയിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്തിരക്കുന്നു. അവർക്ക് അറിയാവോ ഞാൻ ആ കരള് കൊടുത്തെന്നുള്ള കാര്യം? ഇല്ല, അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണ. ആരോടും പറയണ്ട കേട്ടോ ആദർശേട്ടാ, ആരും അറിയണ്ടെന്ന് പറയണ. ദേ, ഇത് കഴിഞ്ഞുമ്പോ ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്നത്, അവിടുന്ന് സുഖം പ്രാപിച്ചതിന് ശേഷം അങ്ങോട്ട് വരുന്നുള്ളെന്ന് പറയാ. അതൊന്നും കുഴപ്പമില്ല, നിനക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചാൽ മതി എന്ന് പറയാ. അതെ, അച്ഛനോട് ഈ കാര്യമൊന്നും പറയില്ലെന്ന് അമ്മയോടൊക്കെ പ്രത്യേകം പറയണമെന്ന് പറയാ. അതൊന്നും പറയാനൊന്നും പോകുന്നില്ല, ആ കാര്യം ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാ. പെട്ടെന്ന് സുഖമായിട്ട് നീ വരും. അറിയാലോ, എന്നോടൊപ്പം എപ്പോഴും നീ ഉണ്ടായിരിക്കണം എന്ന് പറയാ. ഇനിയിപ്പൊ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും നീ എന്റെ വലുത് ആയിട്ട് എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ട നയനോട്, എനിക്ക് എന്ത് സംഭവിക്കാനാ, എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. എന്തിനു ഏതും ഞാൻ ആദർശാനോടൊപ്പം ഇല്ലെന്ന് ചോദിക്കാം. ശരി, അതെ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഓർത്തിട്ട് ഇനി ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാണ്. ഇല്ല ആദർശേട്ടാ, എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. അന്നെങ്കിൽ കിടന്ന് മയക്കോ, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ആദർശം അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് നയനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.